അല്ല ഈ ബി.ജെ.പിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ ശോഷണം, ഒരു മൂല്യച്യുതി എന്ന് പറയുന്ന സാധനമുണ്ട്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സൊക്കെ പണ്ടേ തന്നെ വളരെ എന്താ പറയുക, വളരെ അധപ്പതിച്ച ഒരു നിലയിലേക്ക് എത്തി. ചില വളരെ അപൂർവം നേതാക്കന്മാരെ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും വളരെ കറപ്റ്റാണ്. വളരെയധികം പണം ഉണ്ടാക്കിയവരാണ്. സമീപകാലത്ത് സി പി എമ്മിൽ ഇതുപോലെ ഒരു വലിയ അപജയം നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഈ രീതിയിലുള്ള ഒരു വലിയ ജീർണത അല്ലെങ്കിൽ അപജയം ബി ജെ പിയിലുമുണ്ട്. ഇത് പരസ്യമായിട്ട് ബി ജെ പിക്കാർ സമ്മതിച്ചില്ലെങ്കിലും രഹസ്യമായിട്ട് അവർ നമ്മളോട് പറയും. ഇനി രഹസ്യമായിട്ട് അവർ സമ്മതിച്ചില്ലെങ്കിലും സത്യം അതാണ്. കോൺഗ്രസ്സുകാർ 60 കൊല്ലം കൊണ്ടുണ്ടാക്കിയ ഒരു ജീർണത 10-15 കൊല്ലം കൊണ്ട് ബി ജെ പിക്കാരുണ്ടാക്കിയിട്ടുണ്ട്. പെട്രോൾ ബങ്ക് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കാശ് മേടിക്കുന്നതിലാണെങ്കിലും, അല്ലെങ്കിൽ അധികാര സ്ഥാപനങ്ങളുടെ പുറകെ പോകുന്നതിലാണെങ്കിൽ, ലോക്കൽ ബോഡിയിലേക്ക് ജയിക്കുന്ന ബി ജെ പിക്കാർ അതാത് ബോഡികളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ നോക്കിയാൽ വളരെ വ്യക്തമാണ്. വലിയ തോതിൽ ഈ ആളുകൾ ഭാഗ്യാന്വേഷികൾ ബി ജെ പിക്കകത്ത് കയറിയിട്ടുണ്ട്. പണ്ട് ഈ രാമൻപിള്ള സാറിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ രാജഗോപാലിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ പരമേശ്വരൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള സമർപ്പിത മനസ്കരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നും ഇപ്പോൾ ബി ജെ പിയിലില്ല. ഇനി വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടായെന്ന് പറയാം. കുമ്മന രാജശേഖരനൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ചിലർ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും തന്നെ വയറ്റിപ്പഴപ്പ് പ്രസ്ഥാനക്കാരാണ്.